ഉഷസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിലെ പുതുകാവ് പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. കാതോട് കാതോരത്തിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04741111. ട്രെയിൻ 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 ട്രെയിൻ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ രാജശ്രീയാണ് സംസാരിക്കുന്നത്. രാജശ്രീ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ രാജശ്രീ പുതുകാവ് പൊങ്കാലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ 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 അതെ. പൊങ്കാലയിൽ ഏത് വിഭവമാണ് രാജശ്രീ തയ്യാറാക്കുന്നത്? ഞാൻ പായസമാണ് ഉണ്ടാക്കാൻ പായസമാണ് ഇടാൻ പോകുന്നത്. അപ്പം രാജശ്രീ എത്ര വർഷം കൊണ്ട് ഈ പൊങ്കാലയിൽ പങ്കെടുത്തിട്ടുണ്ട്? അങ്ങനൊന്നുമില്ല, നമ്മളുടെ ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊങ്കാല ഇടുന്നത്. എത്ര വർഷം കൊണ്ടൊന്നുമില്ല, ഞാൻ ഈ വർഷത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം ദേശിംഗ നാടിന്റെ ദേശദേവതയായ പുതിയകാവിലമ്മയ്ക്ക് 1000 സഹസ്രങ്ങളോടൊപ്പം രാജശ്രീയും ഈ പൊങ്കാലയിലേക്ക് പങ്കെടുക്കുന്നു. രാജശ്രീയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ എനിക്ക് 2 മക്കളാണ്, പെൺമക്കളാണുള്ളത്. പിന്നെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഞാൻ 2 പെൺമക്കളാണുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും 2 സ്ഥലത്താണ്. ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ. രാജശ്രീ ആറ്റുകാലിലും പൊങ്കാല ഇടാൻ പോയിട്ടുണ്ടല്ലോ. ആറ്റുകാലിന് പൊങ്കാല ഇട്ടില്ല, അവിടെ എൻ്റെ വീട്ടിലാണ് ഞാൻ പൊങ്കാല ഇട്ടത്. വീട്ടിൽ ഞാൻ ആറ്റുകാല അമ്മയെ സമർപ്പിച്ചാണ് ഞാൻ പൊങ്കാല ഇട്ടത്. ആറ്റുകാലിലും പുതുകാവിലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടോ പൊങ്കാലയെ സംബന്ധിച്ച്? അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മുടെ ആറ്റുകാല അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോയി ഇടുന്നതും വീട്ടിലിടുന്നതും വ്യത്യാസമാണ്. എന്നാലും ഞാൻ അത് സങ്കല്പിച്ചാണ് വീട്ടിലിട്ടിരിക്കുന്നത്. പിന്നെ പുതുകാവൽ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഭക്തിയും എന്താ പറയുക, നമുക്ക് കാര്യങ്ങളൊക്കെ ഓരോന്ന് സമർപ്പിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അമ്മയെന്ന് പറഞ്ഞൊരു സങ്കല്പം എപ്പോഴും ഉണ്ടല്ലോ എല്ലാവരുടെയും മനസ്സിൽ. ഈ പുതുകാവിലെ പൊങ്കാലയിലെ ഒരു ഐതിഹ്യം എൻ്റെ മനസ്സിൽ തോന്നിയത്, മീനമാസത്തിലെ മഞ്ഞ് പോലും ചൂട് പോലും മഞ്ഞാക്കി എടുക്കുന്ന അമ്മ പരാശക്തിയാണെന്ന് പറയുന്ന, അതിനെക്കുറിച്ച് വല്ലതും രാജശ്രീക്ക് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഐതിഹ്യമൊന്നും നമുക്കറിയത്തില്ല. നമ്മള് സങ്കല്പിച്ചങ്ങ് ഇടുന്നത്. അവിടെ അനവധി ആളുകളുണ്ടോ രാജശ്രീ? ഇഷ്ടം പോലെ ഭക്തരുണ്ട്, ഇഷ്ടം പോലെ. ഒരുപാട് ആളുകളാണ് അമ്മയ്ക്ക് വേണ്ടി നിവേദ്യം അർപ്പിക്കാൻ വന്നിരിക്കുന്നത്. രാജശ്രീക്ക് ഏത് പാട്ടാണ് ഇഷ്ടപ്പെട്ടത്? ഏതെങ്കിലും ദേവിമാരുടെ പാട്ട് വെച്ച് തന്നാൽ മതിയോ? അത് മതി. അപ്പൊ രാജശ്രീക്ക് വേണ്ടി അടിപൊളി ഒരു അമ്മയുടെ ഭക്തിഗാനം വരുന്നുണ്ട്. അതായത് ചോറ്റാനിക്കരമ്മയുടെ ഒരു അതിമനോഹരമായ ഭക്തിഗാനം വരുന്നുണ്ട്. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. ഇടവേളയ്ക്ക് ശേഷം കാതോട് കാതോരത്തിലേക്ക് തിരിച്ചു വരുന്നു. ട്രെയിൻ 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 ട്രെയിൻ. ഹലോ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ രമ്യയാണ്. രമ്യ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്. ഇപ്പം പുതുകാവിലെ പൊങ്കാലയുമായിട്ടാണ് കൊല്ലം ദേശീയ നാട് മൊത്തവും പൊങ്കാലയിലേക്ക് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു രമ്യ. അപ്പം രമ്യയുടെ ബന്ധുക്കൾ വല്ലതും കൊല്ലത്തുണ്ടോ? ഉണ്ട്, ഒരുപാട് ബന്ധുക്കളുണ്ട്. അവരൊക്കെ പൊങ്കാല ഇടാൻ പോകുന്നതിനെ കുറിച്ച് രമ്യക്ക് അഭിപ്രായങ്ങൾ പറയും. രമ്യ പൊങ്കാല ഇടാൻ പോയിട്ടുണ്ടോ? എല്ലായിടത്തും ഞാൻ പൊങ്കാല ഇടാൻ പോകാറുണ്ട്. കൊല്ലത്താണ് എൻ്റെ വീട്. ശരിക്കും ഹസ്ബൻഡിന്റെ വീടാണ് ഇവിടെ. അപ്പൊ ഞാൻ കൊല്ലത്തുള്ളപ്പോഴൊക്കെ പോകാറുണ്ട്. ആറ്റുകാലിലെ പൊങ്കാലയും പങ്കെടുത്തിരുന്നു. അവിടുത്തെയും കൊല്ലത്തെയും തമ്മിൽ വ്യത്യാസങ്ങൾ വല്ലതും തോന്നുന്നുണ്ടോ രമ്യക്ക്? വ്യത്യാസമൊന്നുമില്ല, എല്ലാം നമ്മുടെ മനസ്സിലെ ഒരു സങ്കല്പമാണ്. അമ്മയ്ക്ക് സമർപ്പിക്കുന്നതാണെന്ന ഒരു സങ്കല്പത്തിൽ നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്നു. ഇപ്പം റേഡിയോ ബെൻസിഗറിൽ വിളിച്ചതിനെ പറ്റി എന്തൊക്കെ അഭിപ്രായം? ഞങ്ങളുടെയൊക്കെ അവതരണത്തെ പറ്റി അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായം. നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആ ഒരു അവതരണം കൊണ്ടാണ് നമ്മളെ വീണ്ടും ഈ കോളിലോട്ട് എത്തിക്കുന്നത്. നമ്മളെയൊക്കെ അങ്ങോട്ട് വിളിക്കുന്നത് തന്നെ ഈ അവതരണം കൊണ്ടാണ്. നല്ല ശൈലിയിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. രമ്യക്ക് ഹൗസ് വൈഫ് ആണോ അതോ പഠിക്കുവാണോ? അല്ല, ഞാൻ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യുക. എവിടെയാ? കടയിലാണോ അതോ? കടയാണ്, ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്. ഷോപ്പിന്റെ പേര് പറയുന്നതിന് വിരോധമുണ്ടോ? ട്രിവാൻഡ്രത്തുള്ള ഒരു ഷോപ്പാണ്. പേര് പറയൂ. രാജൻ സ്റ്റോർ. രമ്യയുടെ മക്കള്? എനിക്ക് 2 പേരാണ്. 2 പേരും 8th പഠിക്കുന്നു. ഹസ്ബൻഡ് വർക്ക് ചെയ്യാണ്. അപ്പം വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. രമ്യക്ക് ഏത് പാട്ടാണ് വേണ്ടുന്നതെന്ന് പറഞ്ഞില്ലേ? ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ച് തന്നാൽ. ഇന്ന് പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ആറ്റുകാലമ്മയുടെ അതിമനോഹരമായ ഒരു ഗാനം വരും. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 കാതോട് കാതോരം.